നമുക്ക് പിന്നെ അറിയാവുന്നതാണ് നമ്മളുടെ ഇന്ത്യ എന്നുള്ള രാജ്യം ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ഭരണഘടന ഉള്ള ഒരു രാജ്യമാണ്. ഏറ്റവും വലിയ ഒരു ഭരണഘടന ഉള്ള ഒരു രാജ്യം കൂടിയാണ്. അതിൻ്റെ ആമുഖത്തിൽ തന്നെ പിന്നെ തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആമുഖം തന്നെ തുടങ്ങുന്നത്. അഥവാ ഇന്ത്യയിലെ ജനങ്ങൾ എന്നുള്ള നമ്മൾ അടങ്ങുന്ന ആളുകളാണ് ചെയ്യുന്നത് ആ ഭരണഘടനയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഭരണഘടന ഒരുപാട് അവകാശങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വകവെച്ച് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ബാധ്യതകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരസ്പരമുള്ളത്, രാജ്യത്തോടുള്ളത്, സമൂഹത്തോടുള്ളതെല്ലാം ഈ ഭരണഘടന വിശദീകരിക്കുന്നു. അപ്പൊ ഇന്ത്യക്കാരനായ ഒരു പൗരൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്, സമൂഹത്തോട് എന്ത് നിലപാടെടുക്കണം, കോടതി വിധികളോട് എന്ത് നിലപാടെടുക്കണം, കോടതി പറഞ്ഞാൽ എന്ത് നമ്മൾ എങ്ങനെ കേൾക്കണം എന്നതിനെ സംബന്ധിച്ചും ഭരണകൂടം എങ്ങനെ പ്രവർത്തിക്കണം, ഭരണകൂടത്തോടുള്ള നമ്മുടെ സമീപനം എന്താണ്, ഭരണകൂടം കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചാൽ നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഇങ്ങനെയെല്ലാം രീതിയിൽ നമുക്ക് അതിനെതിരെ പ്രതിഷേധിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഭരണഘടന നമ്മളുടെ മുമ്പാകെ വയ്ക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ അതുപോലുള്ള ക്ലാസ്സുകളിലുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ, ഒരുപക്ഷെ സോഷ്യൽ സ്റ്റഡീസിലോ അല്ലെങ്കിൽ സിവിക്സിന്റെ ടെക്സ്റ്റ് ബുക്കുകളിൽ അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മളതൊന്നും ഓർത്തിരിക്കണമെന്നില്ല. പക്ഷെ കുറച്ചുകൂടി വലുതായി യഥാർത്ഥത്തിൽ മുതിർന്ന ആളുകളായി ഒരു പൗരൻ എന്നുള്ള നിലയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10-18 വയസ്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം, ഈ രാജ്യത്ത് ആരാണ് ഇവിടെ ഭരിക്കേണ്ടത്, ഏത് ഭരണാധികാരികളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള വലിയ ഉത്തരവാദിത്തം പോലും നിർണ്ണയിക്കാൻ പറ്റുന്ന ആളുകളായി നമ്മളുടെ ലീഗൽ അവയർനെസ് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് MV സിന്ധു അവരുകളെയും ഹർദമായി ഞാൻ സ്വാഗതം ചെയ്യും. നമ്മളുടെ ഈ പ്രോഗ്രാം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരുപാട് നിയമ വശങ്ങളും കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഒരു യഥാർത്ഥ പൗരനായിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാനും ഭരണഘടന അനുശാസിക്കുന്ന രാജ്യത്തോടും സമൂഹത്തോടുമുള്ള ബാധ്യതകൾ നിറവേറ്റാനും അതോടൊപ്പം തന്നെ ഒരു നല്ല ഉത്തമ പൗരനായിക്കൊണ്ട് നമുക്ക് എന്തെല്ലാം അവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടന ഇവിടെ വകവെച്ച് തന്നിട്ടുള്ളത് അത് മാന്യമായ നിലയിൽ അവകാശ സമര പോരാട്ടങ്ങളിലൂടെ അടക്കം ലീഗൽ ഫൈറ്റിലൂടെയൊക്കെ വേണമെങ്കിൽ അത് പിന്നെ വാങ്ങി കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ലീഗൽ അവയർനെസ് ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമുക്ക് അതിലേക്ക് പോവാം. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പരിപാടിക്കെല്ലാം ആശംസയും അർപ്പിക്കുകയാണ്. പക്ഷേ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഇന്ററാക്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും സംസാരിക്കാം. കുട്ടികൾക്കും എൻ്റെ നമസ്കാരം. നിങ്ങളെ കാണുമ്പോൾ വളരെ ചെറിയ കുട്ടികളായിട്ട് എനിക്ക് തോന്നുന്നു, വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഫേസ് ആയിട്ട് കൊച്ചു കുട്ടികളായിട്ട് തോന്നുന്നത്. അപ്പോ എന്നാ സന്തോഷായില്ലേ? എനിക്കറിയാം ഞാനിവിടെ പറയാൻ പോകുന്നത് നിയമമാണെന്ന്. ഇപ്പൊ സാർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു നമ്മൾ അറിയേണ്ട കുറെ നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ മുഖമെല്ലാം വളരെ ഫലം പിടിച്ചിട്ടുള്ള എല്ലാവരും. കാരണം നിയമമാണ് കേൾക്കാൻ പോണത് ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയല്ല അല്ലെ? നിയമം ആർക്കെങ്കിലും എത്ര വലിയ താല്പര്യം ഉണ്ടോ കേൾക്കാൻ? ഉണ്ടാവില്ല. കാരണം നിയമം, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ നിയമം എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. റെസ്ട്രിക്ഷൻസ് ആണ് നിയമങ്ങൾ അല്ലെ? അത് ചെയ്ത് ഇത് ചെയ്ത് ഈ കോളേജിൽ വന്നാലുണ്ടാവും കുറെ നിയമം, വീട്ടിൽ ചെന്നാലും വീട്ടിൽ അമ്മയുടെ വക അച്ഛൻ്റെ വക മുതിർന്നവരുടെ വകയൊക്കെ കുറെ ചിട്ടകൾ. അപ്പൊ നമുക്ക് നിയമങ്ങളോട് പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴും ഒരു എതിർപ്പാണ്. ഈ പ്രായത്തിൽ പ്രത്യേകിച്ച് എതിർക്കാനായിട്ടുള്ള പ്രവണത കൂടുതലുമാണ്. അതുകൊണ്ട് നിയമമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കതൊന്നും അറിയണമെന്ന് പ്രത്യേകിച്ച് താല്പര്യമില്ല. പക്ഷെ നിയമം അറിഞ്ഞില്ലെങ്കിൽ പ്രത്യേകിച്ച് 2 തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടക്കുമ്പോൾ നല്ലോണം അറിഞ്ഞിട്ട് മനഃപൂർവ്വം തെറ്റാതെ അറിഞ്ഞോണ്ടൊക്കെ നടത്തുന്ന ലംഘനങ്ങൾ. പക്ഷെ കുട്ടികൾക്ക് അധികവും പ്രദേശങ്ങളൊക്കെയും അറിവില്ലായ്മയാണ്. ഇതിനൊരു നിയമം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നായിരിക്കും തെറ്റാത്തത്. വേറൊരു പ്രധാനപ്പെട്ട സംഗതി ഞാൻ ചോദിക്കുന്നത് നിങ്ങളെടുത്ത്, നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമലംഘനങ്ങൾ നടക്കേണ്ടത്, ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടക്കേണ്ടത് അല്ലേ? പൈശാചികമായിട്ടുള്ള കൊലപാതകങ്ങള്, മാനഭംഗങ്ങള്, പെൺവാർണിസങ്ങള്, ഒരുപാട് ഈ പ്രശ്നങ്ങൾ കൂടി വരികയാണെന്നാണോ കുറഞ്ഞു വരികയാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? കൂടി വരില്ല അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കാലഘട്ടത്തിലാണത് പറയാൻ പറ്റുള്ളൂ. ഇതിന് മുമ്പത്തെ തലമുറയിൽ
കൂടുതലായിട്ടൊന്നും നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള അറിവുണ്ടാവുള്ളൂ. എന്തെങ്കിലും കൂടി വരുന്നു എന്ന് നിങ്ങൾക്ക് നമ്മുടെ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ചാനലുകളിൽ ന്യൂസൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഇത്ര നിയമമൊക്കെ ഉണ്ടായിട്ടും, നിയമമൊക്കെ ഉണ്ട് നിങ്ങൾക്കറിയാം അല്ലെ? കോടതിയുണ്ട്, പോലീസ് സംവിധാനമുണ്ട്, സർക്കാരുണ്ട്, ഇതൊക്കെ കൈകാര്യം ചെയ്യാവുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആവശ്യത്തിലധികം നിയമങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ, നിയമലംഘനങ്ങൾ കൂടി വരാൻ കാരണം എന്താ? എന്തെങ്കിലും അഭിപ്രായം പറയൂ. പേടിയില്ല, നിയമത്തിന് പേടിയില്ല, അതാണോ? കുറെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾ പറയുന്ന എല്ലാ കാരണങ്ങളും ശരിയായിരിക്കും, കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തായിരിക്കും ഒരു കാരണം? പേടിയില്ല, നിയമത്തിന് ആർക്കും പേടിയില്ല. സത്യത്തിൽ അതാണ് സാധാരണ രീതിയിൽ ഒരാൾ ഏറ്റവും അവസാനം പറയുന്ന ഒരു കാരണം നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു. നിയമത്തിന് ആർക്കും ഒരു പേടിയില്ല, അതാണ് പ്രധാന കാരണം. നിയമം ഇല്ലാത്തതല്ല, നിയമം നടപ്പിലാക്കുന്ന സംവിധാനങ്ങളുടെ എന്തെങ്കിലും കുറവുകൊണ്ടല്ല, ശിക്ഷകൾ കുറവായിട്ടല്ല, പര്യാപ്തമല്ല ശിക്ഷകൾ, അതുമല്ല കാരണം. ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം നിയമത്തിനാർക്കും ഭയമില്ല. നിയമഭയം ഇല്ലാതെയാണ് ഈ നിയമലംഘനങ്ങൾക്കൊക്കെ കാരണം. നമ്മൾ സ്വയം തന്നെ ആലോചിച്ചു, നമുക്ക് ആർക്കെങ്കിലും നിയമഭയം എന്നുള്ളൊരു ഭയം അച്ഛനമ്മമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. എല്ലാവർക്കും ദൈവഭയം വേണമെന്ന് പറഞ്ഞിട്ട് വളർത്തിയിട്ടുണ്ടാവും അല്ലേ? മിക്കവാറും ഫുൾ A+ വാങ്ങിക്കണം. അപ്പൊ വാങ്ങിച്ചു തരാം, ബൈക്ക് വാങ്ങിച്ചു തരാം, നീ ഇപ്പൊ പഠിക്കൂ എന്ന് പറഞ്ഞു. മോനങ്ങനെ പഠിച്ചു, ഫുൾ A+ ഒക്കെ വാങ്ങിച്ചു. അമ്മ വാക്ക് പാലിക്കണ്ടേ? അപ്പൊ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ആദ്യത്തെ കുറച്ച് സമയത്ത് വലിയ ഭയമായിരുന്നു. എന്താ ഭയം? കുട്ടി നിയമം ലംഘിക്കണമെന്നുള്ള ഭയമാണോ? അല്ല, സാധാരണ അമ്മമാരുടെ ഭയം ബൈക്ക് ഓടിച്ചിട്ട് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള ഭയമാണ്. അപ്പോൾ കുട്ടി പക്ഷെ വളരെ നന്നായിട്ട് ബൈക്ക് ഓടിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഓടിക്കാൻ പഠിച്ച പോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ തന്നെ 9ാം ക്ലാസ് തൊട്ട് തന്നെ എല്ലാ സ്കൂളുകളുടെ സൈഡിലും കാണാം, പോക്കറ്റ് റോഡിലൊക്കെ 3 പേര് വെച്ചിട്ട് ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോകണമാണ്. ബൈക്ക് ഓടിക്കാൻ പഠിക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് പോകുമ്പോൾ ഒരാൾ മുന്നിലിരിക്കും, തിരിച്ചു വരുമ്പോൾ പിന്നിലുള്ള ആൾ മുന്നിലേക്ക് കയറും, പിന്നെ അടുത്ത റൗണ്ട് ഇങ്ങനെ മാറി മാറി ഓടിച്ചിട്ട്